ടി ജെ വിനോദ് MLA ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ടി ജെ വിനോദ്, വലിയ ആശങ്ക ഈ സമയവും ആ കുടുംബാംഗങ്ങളിൽ മാത്രമല്ല ഈ വാർത്ത കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാവരിലും ഉണ്ടാകും. കാരണം 12 വയസ്സ് മാത്രമുള്ളൊരു വിദ്യാർത്ഥിനിയാണ്. ഇതിപ്പോൾ പോലീസിന് എന്തെങ്കിലും ചെറിയ ലീഡുകൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഏതെല്ലാം നിലക്കുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട് MLA? അല്ല, ഞാൻ ഈ വാർത്ത ദൃശ്യമാധ്യമങ്ങൾ കണ്ട ഉടനെ ഞാൻ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചു. അവര് എന്നോട് പറഞ്ഞത് ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി 2 ടീമായിട്ട് തിരിഞ്ഞ് അവരുടെ കുട്ടിയുടെ ബന്ധുക്കളുമായി നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മുക്കും മൂലയും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവരെന്നോട് സൂചിപ്പിച്ചത്. കുട്ടി ഇവിടെ നമ്മുടെ സരസ്വതി വിദ്യാനികേതൻ CBSE സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. 7ാം ക്ലാസ് പഠിക്കുന്നത്. 12 വയസ്സാണ് പ്രായമുള്ളത്. ഇന്നിപ്പോ 7 മണിക്കൂറായി കാണാതായിട്ട്. കുട്ടി ഇത്രയും 12 മണിക്കൂർ. അപ്പോ അതിൽ നമുക്കെല്ലാം വല്ലാത്തൊരു ആശങ്ക മാനസികമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും കുട്ടി ഇപ്പോൾ നമുക്കിപ്പോൾ ഈ CCTV കാര്യമായി എല്ലായിടങ്ങളിലും ഉള്ള ഒരു കാലം കൂടിയാണല്ലോ. അപ്പോൾ CCTV വിഷ്വൽസ് കേന്ദ്രീകരിച്ച് തന്നെ ആയിരിക്കും പോലീസിൻ്റെ അന്വേഷണമൊക്കെ പോകുന്നുണ്ടാവുക. ഈ രാത്രിയിലാണെങ്കിലും തെരച്ചിൽ നിർത്താതെ തന്നെ കാര്യക്ഷമമായൊരു അന്വേഷണം ഈ ഘട്ടത്തിൽ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ പറ്റുമല്ലോ അല്ലേ? അല്ല, കുട്ടികളെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ നഗരത്തിലെ KSRTC മറ്റേ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ ഡർബ ഹാൾ ഗ്രൗണ്ട്, പാർക്ക് അവന്യൂ, ക്യൂൻസ് വാക്ക് വേ, ആ പ്രദേശങ്ങളിലെല്ലാം അവര് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. മറ്റൊരു ടീം കൂടിയുണ്ട്. ആ ടീം എങ്ങനെയാണ് പ്രധാനപ്പെട്ട ഈ കുട്ടി എല്ലാ ദിവസവും സൈക്കിളിൽ വരുന്നത് കൊണ്ട് നഗരത്തിലെ വഴികളെല്ലാം സുപരിചിതമാണ്. അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളത് കൂടി ഒന്നുകൂടി കാര്യക്ഷമമായി കുറെ കൂടി ജാഗ്രതയോടുകൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുക. ശരി, നന്ദി ശ്രീ ടി ജെ വിനോദ് MLA പ്രതികരിച്ചതിന്. എന്തായാലും രാത്രിയാണെങ്കിലും അർദ്ധരാത്രിയാണെങ്കിലും ഉറങ്ങാതെ ഉറക്കമിളച്ച് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ തെരച്ചിൽ ഈ സമയവും ഉണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഇപ്പോൾ ഈ പൊറ്റക്കുഴിയിൽ സുഹൃത്തിൻ്റെ വീട്ടിൽ വിദ്യാർത്ഥി എത്തിയതിനുള്ള CCTV വിഷ്വൽസ് തെളിവുകളുണ്ട്. അവിടെ നിന്ന് പിന്നീട് ഈ വടുതലയിലേക്കുള്ള വഴിയിൽ, സ്വന്തം വീട്ടിലേക്കുള്ള വഴിയിൽ എവിടെയോ ആണ് കുട്ടി അപ്രത്യക്ഷയായത്. അതുകൊണ്ട് തന്നെ ആ വഴികളിലൂടെ ഉടനീളമുള്ള CCTV വിഷ്വൽസ് എടുക്കാനായിരിക്കും പോലീസിൻ്റെ ശ്രമം. ഏത് ഭാഗത്തു നിന്നാണ് കുട്ടി മിസ്സിംഗ് ആയത്, ഏത് ഭാഗത്തോട്ടായിരിക്കണം തിരിഞ്ഞു പോയിട്ടുണ്ടാവുക എന്നൊക്കെ ആയിരിക്കണം പോലീസ് അന്വേഷിക്കുന്നുണ്ടാവുക. എന്തായാലും ഈ അർദ്ധരാത്രിയിലും കൊച്ചിയിലാകെ എല്ലായിടങ്ങളിലും പരിശോധന നടത്തുന്നുണ്ട്, പോലീസ് അരിച്ചു പെറുക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് അറിയാൻ കഴിയുന്നത്. വാഹനങ്ങളിലൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് കുട്ടി പോകാനിടയുണ്ട് എന്നുള്ള ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. വേഗത്തിൽ തന്നെ എന്തെങ്കിലും സൂചനകൾ ലഭിച്ച് സുരക്ഷിതയായി ആ 12കാരിക്ക് വീട്ടിലെത്താൻ കഴിയട്ടെ എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ ആകെയുള്ള പ്രാർത്ഥന.